അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ചില വഴികൾ നമ്മൾ സൈക്കോളജിയൊക്കെ പഠിക്കുമ്പോൾ ജീവിതത്തിൻ്റെ വിജയം കാണാൻ, ജീവിതത്തിൽ തളരാതിരിക്കാൻ, നല്ല കോൺഫിഡൻസ് ഉണ്ടാവാൻ, റൂൾസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ചില റൂൾസുകൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാക്കും. ജീവിതത്തിൽ വിജയിക്കാനുള്ള ചില സൂത്രങ്ങൾ, ചില റൂൾസുകൾ. ഒന്നാമത്തത് പറയുന്നത് സ്റ്റാൻഡപ്പ് വിത്ത് യുവർ ഷോൾഡർ സ്ട്രെയിറ്റ്, പവർഫുള്ളായിട്ട് നിൻ്റെ നല്ല സ്റ്റാൻഡപ്പിലിരിക്കുക, ഷോൾഡർ സ്ട്രെയിറ്റായിട്ട് വെക്കുക. എവിടെയെങ്കിലും സ്ഥലത്തിരിക്കുമ്പോൾ തല താഴ്ത്തിയിട്ട് കുഴഞ്ഞിരിക്കുക, എപ്പോഴും ഷോൾഡർ സ്ട്രെയിറ്റായിട്ട് വെക്കുക, തല ഉയർത്തിയിരിക്കുക. അത് നമുക്ക് നല്ല പവർഫുൾ ഉണ്ടാക്കി തീർക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നിത്യശീലാക്കണം. കുഴഞ്ഞിരിക്കുക, തല താഴ്ത്തിയിരിക്കുക, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ആൾ മുഖത്തേക്ക് നോക്കാതെ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിരിക്കുക. ഇതൊക്കെ നമ്മളെ പവർ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് നല്ല പവർഫുൾ ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് സ്റ്റാൻഡപ്പ് വിത്ത് യുവർ ഷോൾഡർ സ്ട്രെയിറ്റ്. അത് നമ്മുടെ കോൺഫിഡൻസ്, ഡോമിനൻസ്, റെസ്പോൺസിബിലിറ്റി എല്ലാം നല്ല സെറ്റപ്പിലാക്കി എടുക്കാൻ കഴിയും. തല താഴ്ത്തി ഒരിക്കലും ഇരിക്കരുത്. എവിടെ ഇരിക്കുകയാണെങ്കിലും, എത്ര ക്ഷീണമുണ്ടെങ്കിലും അവിടെ ഇരിക്കാതിരിക്കുക എന്നല്ലാതെ, നമ്മളിപ്പോൾ ഒരു സദസ്സിലിരിക്കുകയാണ്, ഒരു മജ്‌ലിസിലിരിക്കുകയാണ്, ഒരു സ്ഥലത്തിരിക്കുകയാണ്, അവിടെ ഇങ്ങനെ എന്തൊക്കെയോ നടക്കണം, നമ്മളിങ്ങനെ മറ്റൊരു ലോകത്ത് ഇങ്ങനെ തല താഴ്ത്തി അല്ലെങ്കിൽ ഉറക്ക് തൂങ്ങി, അത് നമുക്ക് മടി ഉണ്ടാക്കി തീർക്കും. ആരുടെ മുന്നിലും തല ഉയർത്തി തന്നെ ഇരിക്കുക. നല്ല തല ഉയർത്തി നല്ല കോൺഫിഡൻസോട് കൂടെ ഇരിക്കുമ്പോൾ ആ പറയുന്നത് നമ്മുടെ മൈൻഡിലേക്ക് കയറാനും അത് മറ്റുള്ളവർ കൂടുതൽ നമ്മിലേക്ക് അടുക്കാനും ഒരു കാരണമായി തീരും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണത്. മുഖത്ത് നോക്കി സംസാരിക്കണം. ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ മുഖത്ത് നോക്കാതെ, അല്ല സംസാരിക്കുന്ന ആൾ മുഖത്ത് നോക്കാതെ മറ്റു പലയിടത്തേക്കും നോക്കി സംസാരിക്കുക, അതൊക്കെ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ കാരണമായി തീരുമെന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. ഈ നമ്മളെ കോൺഫിഡൻസ് കൊണ്ടാണല്ലോ എല്ലാം നടക്കുന്നത്. ഒരാനയുടെ പാപ്പാന് നിയന്ത്രിക്കുന്ന എന്തുകൊണ്ടാണ്? ആനയേക്കാൾ കഴിവുണ്ടായത് കൊണ്ടോ ശക്തി ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് ആനയെ അടക്കി നിർത്താൻ കഴിയുമെന്ന കോൺഫിഡൻസാണ് അദ്ദേഹത്തെ, ആ പാപ്പാനെ, ആനയെ മെരുക്കി നിർത്താൻ കഴിയുന്നത്. അല്ലാതെ ആനയേക്കാൾ വലിയ ശക്തി ആ പാപ്പാനുണ്ടായിട്ടല്ല. പാപ്പാൻ ചിലപ്പോൾ ഊതിയാ വീഴുന്ന ആളായിരിക്കും, പക്ഷെ അയാൾക്കുള്ള ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇറ്റ് വിൽ ബൂസ്റ്റ് കോൺഫിഡൻസ്. അത് കോൺഫിഡൻസ് കൂടുതൽ കൂട്ടിക്കൊണ്ടിരിക്കും, ബൂസ്റ്റാക്കണം. അത് നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് പറയുന്നത് ട്രീറ്റ് യുവർ സെൽഫ് സംവൺ ആർ റെസ്പോൺസിബിൾ യുവർ ഹെൽത്ത്. നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ സെൽഫ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ കെയറിങ്, അതിനേക്കാൾ ഒരല്പം കൂടുതൽ കെയറിങ് നീ നിൻ്റെ ശരീരത്തിന് കൊടുക്കുക. കൃത്യമായി ഉറങ്ങുക, കൃത്യമായി ജീവിക്കുക, കൃത്യമായി ഉറങ്ങുക. ഇതൊക്കെ നമുക്ക് രോഗം ഉണ്ടാവാതിരിക്കാനും ആയുസ് വർദ്ധിക്കാനൊക്കെ കാരണമായി തീരുമെന്ന്. വെറുതെ ഉണ്ടാക്കി കൃത്യത നഷ്ടപ്പെടുത്തി മരുന്ന് കഴിച്ച് ജീവിക്കേണ്ട ഗതികേട് വരാതെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡോക്ടർ കോഴിയിറച്ചി തിന്നുകയും നമ്മൾ ഗുളിക കഴിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരാറുണ്ട്. നമ്മളൊക്കെ അല്ലാതെ നല്ലൊരു ശതമാനത്തിൻ്റെയും കഥ അതാണ്. ഗൾഫ് നാടുകളിൽ അധ്വാനിക്കുന്ന പ്രവാസികളെ കുറിച്ചിടത്തോളം അധ്വാനിച്ച് കൂട്ടിയതൊക്കെ നാട്ടിൽ അമ്പരച്ചുംബിയായ ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കേണ്ട ഗതികേട് വരികയാണ്. അതെന്താ വേണ്ടത്? നമ്മുടെ കെയറിങ്, നമ്മളെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യണം. ട്രീറ്റ് യുവർ സെൽഫ് സംവൺ യു ആർ റെസ്പോൺസിബിൾ യുവർ ഹെൽത്ത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ റെസ്പോൺസിബിലിറ്റി, അതേ കെയറിങ് നീ നിൻ്റെ ഹെൽത്തിന് കൊടുക്കണം. അങ്ങനെ ഹെൽത്തിന് കൊടുത്തുകൊണ്ട് വേണം നീ ജീവിക്കാൻ.
കൃത്യമായ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി കഴിക്കുക, കൃത്യമായ ജീവിതം കഴിവിൻ്റെ പരമാവധി കൊണ്ടുപോവുക. പക്ഷെ പ്രവാസികളെ കുറിച്ചിടത്തോളം പൂർണ്ണമായിട്ട് നടക്കുമോ? അതുകൊണ്ട് തന്നെയാണ് പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ രോഗിയായി തിരിച്ചു പോകുന്നത്. കാരണം രാത്രി ജോലിയുള്ളവന് രാത്രി ഉറങ്ങൂല, കൃത്യസമയമല്ലാത്ത സമയത്താണ് ഉറങ്ങുക, കൃത്യതയില്ല, ഇങ്ങനെ പോവുകയാണ് പാവം പ്രവാസികളുടെ ഗതി. അവസ്ഥ വളരെ കഷ്ടം തന്നെയാണ് ഒരു നിലയ്ക്ക് ചിന്തിച്ചാൽ. അള്ളാഹു തആല നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സൊക്കെ നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. നമ്മളെ കെയർ ചെയ്യാൻ ശ്രമിക്കണം. നമ്മളെപ്പോഴും സ്റ്റാൻഡപ്പ് സ്ട്രീറ്റ്, എപ്പോഴും സ്ട്രീറ്റായിട്ട് കുഴഞ്ഞിരിക്കരുത് ഒരിക്കലും. അതിന്ന് മുതൽ നിങ്ങൾ ശീലിച്ചു വന്ന് നോക്കിയേ. ആരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കുക. അത് കിബിറൊന്നുമല്ല. തല ഉയർത്തി ഇങ്ങനെ ഇരുന്നത് കൊണ്ട് ഒരു കിബിറും വരില്ല. അങ്ങനെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഡോമിനൻസ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് ഉറപ്പെടുത്തുന്നു. ഇനി ഒരുപാട് റൂൾസുകളുണ്ട്, അതിൽപ്പെട്ട ഒരു കുറച്ച് റൂൾസുകൾ പറഞ്ഞു എന്ന് മാത്രം. അസ്സലാമു അലൈക്കും.